നീലക്കടലേ കടലേ നീലക്കടലേ നിന്നാത്മാവിലും നീറുന്ന ചിന്തകളുണ്ടോ നീറുന്ന ചിന്തകളുണ്ടോ കടലേ നീലക്കടലേ. അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് പാടിയത്. കടലേ കടലേ നീലക്കടലേ നിന്നാത്മാവിലും നീറുന്ന ചിന്തകളുണ്ടോ. ഞാൻ എന്തിനാണ് അങ്ങനെ പാടിയതെന്ന് ഈ എപ്പിസോഡിൻ്റെ അവസാനം നിങ്ങളോട് പറയും. കാണുക. ഇടയ്ക്കൊക്കെ തല്ലുകൂടിയാലും അച്ഛനും അമ്മയും തമ്മിലുള്ള ഇഷ്ടത്തിൻ്റെ ആഴം കടലോളമാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, അച്ഛനൊന്ന് പുറത്തു പോയി വരാൻ വൈകിയാൽ സമയത്ത് വന്നില്ലെങ്കിൽ ഉടനെ അമ്മയ്ക്ക് തുടങ്ങിയൊരു വേവലാതി, ഓടി വന്നേടാ അച്ഛനെ കാണുന്നില്ലോ, നീ ഒന്ന് പോയി നോക്കി എന്ന് പറയുന്ന ശൈലിയാണ്. അപ്പോൾ ഞാൻ പറയാം, അമ്മ വരും. അല്ലടാ അപ്പോൾ അത് പറഞ്ഞ് അകത്ത് പോകുന്നു, കുറച്ച് കഴിഞ്ഞ് വീണ്ടും വരുന്നു, വന്നില്ലല്ലോ, നീ ഒന്ന് പോയി നോക്കി. അവസാനം ഈ പറച്ചിൽ കേട്ട് സഹിക്കാതെ ഞാൻ പുറത്തേക്ക് പോയി അച്ഛൻ വരുന്ന വഴിയിൽ എവിടെയും പോയി മാറി നിൽക്കുകയാണ്. അല്ല അമ്മയുടെ വന്നപ്പെട്ട അമ്മ വീണ്ടും തന്നെ ചിലപ്പോൾ അടുത്ത സ്റ്റെപ്പ് വഴക്ക് പറയും, നീ എന്താ പോയി നോക്കിയില്ലേ എന്നൊക്കെ ചോദിച്ചാലേ. അങ്ങനെ കാത്ത അച്ഛനെയും കുട്ടിയും ഞാൻ വീട്ടിലേക്ക് വരാം. അപ്പോൾ അവർ തമ്മിലുള്ള ഇഷ്ടം എന്ന് പറയുന്ന ഒരു കെമിസ്ട്രിയാണ്. അത് അമ്മയോടും നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരു തറവാട്ടിൽ തന്നെയാണ് ആങ്ങളുടെയും പെങ്ങളുടെയും മക്കളായി ജനിച്ചു. ഒരു പാത്രത്തിൽ നിന്ന് വല്ലപ്പോഴും ഊണ് കഴിച്ച് സ്കൂളിൽ പോകുമ്പോൾ എടാ പോടി എന്ന് വിളിച്ച് തല്ലുകൂടി അങ്ങനെ വളർന്ന് പിന്നീട് വിവാഹം കഴിച്ച അവർ തമ്മിലുള്ള ഒരു ഇഷ്ടത്തിൻ്റെ ആഴം ചെറുതൊന്നുമല്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അമ്മയെ സംബന്ധിച്ച് അമ്മ അച്ഛനെ പോലെ തന്നെ, അച്ഛൻ കുടുംബത്തിലെ മൂത്ത മകനായതുപോലെ തന്നെ അമ്മയുടെ വീട്ടിലെ മൂത്ത മകളാണ്. അമ്മയ്ക്ക് 3 അനുജത്തിമാർ, സ്നേഹമയനായ ഒരു അച്ഛൻ. എന്ന് വെച്ചാൽ അദ്ദേഹം മരിച്ചുപോയി. നന്നായി മക്കളെ നന്നായി സ്നേഹിച്ചിരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണെന്നാണ് എല്ലാവരും നാട്ടിൽ പിന്നീടും അല്ലെങ്കിൽ അമ്മയും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുന്നത്. അപ്പോൾ 3 അനുജത്തിമാരെന്ന് പറഞ്ഞ് ഇപ്പോൾ അമ്മയുടെ തൊട്ട് താഴെയുള്ള അനിയത്തി കമല ഇപ്പോൾ കല്ലായിലുണ്ട്. അവർക്ക് 2 ആൺമക്കളാണ്, കൃഷ്ണനും സുഖവും. പിന്നെ ഒരു അനിയത്തി ഉള്ളത് അങ്ങ് കരുവാറ്റയിലാണ്, വത്സല. അവർക്ക് 3 മക്കളാണ്, ഷാജി, സജി, ഷിജു. 3ാമത്തെ അനുജത്തി ഇപ്പോൾ വള്ളിക്കുന്നിലുണ്ട്, രമണി. അവരുടെ മക്കൾ അങ്ങനെ ശബരി, അവർ സുധർമ്മൻ, രാജേഷ്. അപ്പോൾ ഇവരൊക്കെ മൂത്ത ചേച്ചി എന്നുള്ള രീതിയിലും ആ ഒരു കുടുംബാന്തരീക്ഷത്തിൽ വളർന്നതിൻ്റെയൊക്കെ ഒരു വല്ലാത്തൊരു ഒരു നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെയൊക്കെയുള്ള ഒരു സ്നേഹത്തിൻ്റെ ആഴം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരമ്മ തന്നെയാണ് എൻ്റേത്. അപ്പോൾ ഇനി എനിക്ക് ഇത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റും. ഇനി എനിക്ക് ആ അമ്മയെ നിങ്ങളെ ഒന്ന് കാണിക്കേണ്ടതുണ്ട്. അതെനിക്ക് പറയണം. അച്ഛൻ്റെ മരണശേഷം മനസ്സിൻ്റെ താളങ്ങളിൽ എവിടെയോ ഒരു പിഴവ് പറ്റിയതുപോലെയായി അമ്മയുടെ മൗനം. വളരെ നന്നായി ചിരിച്ച് കളിച്ച് സംസാരിച്ചിരുന്ന അമ്മ. എൻ്റെ ഓർമ്മയിൽ കുട്ടിക്കാലത്തൊരു കാഴ്ചയുണ്ട്. എൻ്റെ താഴെ അനുജന്മാർ 2 പേർ ഗണേശ്വരി ആകുമ്പോൾ ഉണ്ടല്ലോ, ഇവർക്ക് വല്ല അസുഖം പിടിച്ചാൽ, പനി പിടിച്ചാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അസുഖം പിടിച്ചാൽ ഈ 2 കുഞ്ഞുങ്ങളെയും 2 കൈകളിലെടുത്ത് തോളിൽ ചാച്ചു കിടത്തി ആ ഗണേശ്വരിയുടെ കുന്നിറങ്ങി റെയിൽ മുറിച്ച് കടന്ന് ടൗണിലൂടെ നടന്ന് ഗവൺമെൻറ് ആശുപത്രി വരെ നടന്നുപോയി അവിടെ നിന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി ഈ കുട്ടികൾ അതേപോലെ ചുമന്ന് തിരിച്ച് ക്ഷീണിച്ച് അവശയായി പല ദിവസങ്ങളിലും വരുന്ന അമ്മയുടെ ഒരു മാതൃവാത്സല്യം അല്ലെങ്കിൽ അമ്മയുടെ രീതിയൊക്കെ എന്നെ വല്ലാതെ ഇപ്പോഴും ഉലയ്ക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ അമ്മ അതിനുശേഷം ഞാൻ അച്ഛൻ്റെ മരണശേഷമാണ് അമ്മയെ ശ്രദ്ധിച്ചത്. എവിടെയോ ഒരു മാറ്റം അമ്മയ്ക്കുണ്ട്, ഒരു മൗനം അമ്മയെ ബാധിച്ചിട്ടുണ്ട്. ഈയിടെയായി മറ്റൊരു രീതിയിലേക്ക് അമ്മ മാറിയിരിക്കുന്നു. ആ അമ്മയുടെ അടുത്തേക്ക് നമുക്കത് പോകാം. ഇതാണ് ഈ വീട്ടിൽ എനിക്ക് മാത്രം ഭദ്രകാളി എന്ന് സധൈര്യം വിളിക്കാൻ അനുവാദം തന്നിട്ടുള്ള എൻ്റെ അമ്മ. ഈയിടെ അമ്മയ്ക്കൊരു ചെറിയ ദുശ്ശീലമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മൂത്ത മകനായി എന്നോടനെ ചോദിക്കും, നീ ആരാന്ന്. എപ്പോഴും ഭക്ഷണം വിളമ്പി കൊടുത്ത് ഗുളികയൊക്കെ കൊടുക്കുന്ന ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യയെ നോക്കിയിട്ട് ചോദിക്കുക, ഈ കുട്ടി എവിടത്തെയാ? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങിയ അമ്മയോട് ഞാൻ എന്താ പറയുക. പിന്നെ ജോലി കിട്ടി ദൂരെ ഇപ്പോൾ വീടൊക്കെ വെച്ച് താമസിക്കുന്ന അനിയന്മാരെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അവരെ അന്വേഷിച്ചു. അവരൊക്കെ അന്വേഷിക്കുന്നത് നമ്മൾ വിചാരിക്കും എന്തെങ്കിലും അങ്ങനെയല്ല. അവരുടെയൊക്കെ പേര് പറഞ്ഞ ഒരു സ്കൂളിൽ നിന്ന് വന്നോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്.
ഇടയ്ക്ക് വീട് എൻ്റെ അല്ല, കല്ലായിലാണ് എൻ്റെ വീട്. എന്നെന്താ അവിടേക്ക് കൊണ്ടുപോകാത്ത വെച്ചിട്ട് എന്നെ വഴക്ക് പറയുന്ന സ്വഭാവം കാണുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയുടെ മൂത്ത മകനല്ല, അതുമാത്രം അമ്മ അംഗീകരിച്ചു. എൻ്റെ മൂത്ത മകൻ വിജയൻ എന്നൊക്കെ പറയാനുള്ള കൃത്യമായിട്ട് അമ്മയ്ക്ക് നല്ല മനസ്സുണ്ട്. അമ്മയുടെ കൂടെ ഞാനുണ്ട്, മറ്റേ അനിയന്മാരൊക്കെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്, അനിയത്തിമാരൊക്കെ വിളിക്കുന്നുണ്ട്. അമ്മ ഒരു തരത്തിൽ ഭാഗ്യവതിയാണ്. മറുഭാഗത്ത് അമ്മ ഇപ്പോൾ കൂടുതലൊന്നും ചിന്തിക്കാതെ എങ്ങനെ നന്നായി ജീവിച്ചു പോകുന്നു എന്നുള്ളത് മാത്രം നമുക്കൊരു മനസ്സമാധാനം തരുന്ന ഒന്നാണ്. കടലല പാടി കരളും പാടി കരളും നിറയും ഗാനങ്ങൾ. കടലല പാടി കരളും പാടി കരളും നിറയും ഗാനങ്ങൾ. ആകാശമകലെ ആശയുമകലെ